ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. ഐ ആം വന്ദന. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്ട് പഠിക്കാൻ പോവാണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. എന്താണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം അല്ലെ. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മൊഡ്യൂൾ നമുക്ക് പറയുന്നത് സിഗ്നൽസ് എന്താണ്, സിസ്റ്റം എന്താണ്, അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, കേൾക്കാത്ത ആരുമില്ലല്ലോ, സിഗ്നൽ എന്ന് കേൾക്കാത്ത ആരുമില്ല, സിസ്റ്റം എന്ന് കേൾക്കാത്ത ആരുമില്ല. ഓക്കെ, അപ്പൊ നോക്കടാ, കോഴ്സ് കോഡ് എന്താണ്? നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PCECT 402 എന്ന് വെച്ചാൽ PC എന്ന് പറഞ്ഞാൽ എന്താ, കോർ പേപ്പർ ആണ് അതല്ലേ, പ്രോഗ്രാം കോർ ആണ്. EC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. 402 ആണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ടീച്ചിങ് അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയുണ്ട്, ലെക്ചറർ ഉണ്ട്, ട്യൂട്ടോറിയൽ ഉണ്ട്, പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രാക്ടിക്കലോ റെക്കോർഡിക്കലോ വർക്കൊന്നുമില്ല, എന്തേ ഉള്ളൂ, ലെക്ചറിങ് വരുന്നുണ്ട്. അത് എത്രയാണ്, 3 ആണ് വരുന്നത്. ദെൻ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തെയും കോളേജിലൊക്കെ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. പ്രോബ്ലംസ് ഒക്കെ ട്യൂട്ടോറിയൽ അവർ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അത് എത്രയുണ്ട്, 1 അവർ നിങ്ങൾക്ക് എന്തുണ്ട്, ട്യൂട്ടോറിയൽ ഉണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എക്സാമിനേഷൻ യൂസ് ചെയ്യുന്നത്, CIE മാർക്സിൽ യൂസ് ചെയ്യുന്നത് 40 മാർക്സ് ആണ്. അതായത് നിങ്ങൾ എക്സാം എഴുതുക, നിങ്ങളുടെ ഇന്റേണൽ എക്സാം എഴുതുന്നത് 40 മാർക്കിലായിരിക്കും. എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ ആണ് ESC എന്ന് പറയുന്നത്. ഫൈനൽ എക്സാമിനേഷൻ എത്ര മാർക്കിലാണ്, 60-ലായിരിക്കും. അപ്പൊ ഇന്റേണൽ എക്സാം 40 എഴുതണം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കലും എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റേണൽ മാർക്ക് കിട്ടുന്നൊക്കെ അറിയാം. ദെൻ ആ ഇന്റേണൽ മാർക്കും കൂടി നമ്മൾ എന്ത് ഇതിൽ നോക്കും. ഓക്കെ, അപ്പൊ 60 മാർക്കിനാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി 4 ക്രെഡിറ്റ് സബ്ജക്റ്റ് ആണ് ഇത്. ദെൻ എക്സാമിനേഷൻ അവർ എന്താണ്, 2 hour 30 minute എന്തുണ്ട്, ഇതിന്റെ അവർ ഉണ്ട്. കോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയാണ്, തിയറി പേപ്പർ ആണ്, നിങ്ങൾക്ക് പ്രോബ്ലംസിൽ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ പണ്ട് പഠിച്ച GYMAT 101, GYMAT 201 പേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയണം. അതായത് മാത്സിലെ സബ്ജക്ട് അല്ലെ. മാത്സിൽ എന്താണ്, നിങ്ങൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പിന്നെന്താ അതിൽ നിന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, മാത്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, ട്രിഗണോമെട്രി ഒക്കെ വരുന്നതൊക്കെ നമുക്ക് എന്താണ് അറിയണം. ടെൻഷൻ ഒന്നും ആവണ്ട, നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, നോക്കടാ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് ആണ് പറയുന്നത്. CIE ഞാൻ പറഞ്ഞു ടോട്ടൽ എത്രയായിരുന്നു, 40 മാർക്കാണുള്ളത്. അത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്, എങ്ങനെയാ, അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയാം 90 to 95% അല്ലെങ്കിൽ 80 to 85%, അങ്ങനെ ഓരോ എത്ര എമൗണ്ടിന് എത്രയാണ് ഒരു എമൗണ്ട് എന്ത് ചെയ്യും, ഒരു മാർക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, എന്താണ് ഡെസിഗ്നേഷൻ പോലെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. എന്ന് വെച്ചാൽ ഇത്ര പെർസെന്റേജ് ഉള്ളവർക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അറ്റൻഡൻസിന്റെ മാർക്ക് കിട്ടും, നിങ്ങൾക്ക് അറിയുന്ന തന്നെ. ദെൻ അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ടിന് 15 മാർക്ക്. ദെൻ നിങ്ങൾ എഴുതുന്ന ഇന്റേണൽ 1-ന് 10 മാർക്ക്, ഇന്റേണൽ 2-ന് 10 മാർക്ക്. ഇത്രയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടാ, 40 മാർക്ക് നമ്മുടെ കയ്യിലായി. ഓക്കെ ആണല്ലോ. അടുത്ത എന്താ, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. നിങ്ങൾ ഇപ്പൊ S3 കഴിഞ്ഞു, S4 എത്തി അല്ലെ. അപ്പൊ എൻഡ് സെമസ്റ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. പാർട്ട് എയിൽ എന്താണ് 8x3 അല്ലെ, 3 മാർക്സിന്റെ എന്താ, ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ വീതം 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ 8x3 24 വരും. ദെൻ പാർട്ട് ബിയിൽ നമുക്കറിയാം 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതെന്താ, ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ വീതം വരും അല്ലെ, ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. അത് 3 സബ് ഡിവിഷനിൽ വരെ വരാം. ചിലപ്പം 6ഉം 3ഉം ആയിട്ട് വരാം, ചിലപ്പോൾ 9 മാർക്സ് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരാം. അങ്ങനെ എന്താണ് 4x9, 4 മൊഡ്യൂളിന് 9 മാർക്കിന് ചെയ്യുമ്പോൾ 36 മാർക്ക്. അപ്പൊ 36 + 24 എത്ര കിട്ടിയടാ, 60 മാർക്ക് കിട്ടി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. സബ്ജക്റ്റിൽ എന്താണ്, സിലബസ് ആണ് അല്ലെ, സിലബസ് ഓറിയന്റഡ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ, ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. എന്താണ് സിഗ്നൽസ്, എന്താണ് സിസ്റ്റം അല്ലെ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്നത്. അത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ എന്ത് പറ്റും, ആ ആൾ എങ്ങനെയാണ്, ആളുടെ സ്വഭാവം എങ്ങനെയാണ്, പല പല ടൈപ്പിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ പറയും നമ്മൾ. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണടാ, തുടക്കം നമ്മൾ പറയുന്നത് അത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിലും നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, 2 ടൈപ്പാണ്. ആ 2 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, സിഗ്നൽസിന്റെ കേസിൽ എലമെന്ററി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് സിഗ്നൽസ് ഒക്കെയാണ്. വീട്ടിലൊക്കെ നമ്മൾ വീട് പണി നടക്കണമെങ്കിൽ ഒരു കല്ല് വേണം, ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട്. അതേപോലെ സിഗ്നൽസിന്റെ ഏറ്റവും ബേസ് ആണ് ഇത് എലമെന്ററി സിഗ്നൽസ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ്, ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസ് അല്ലെ. നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണ് അല്ലെ.
അപ്പം എന്താണ് മോഡുലേഷൻ കൂട്ടുക കുറയ്ക്കുക അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുക കുറെ സിഗ്നലിൽ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സിഗ്നൽസിനെ കുറിച്ചാണ്. അങ്ങനെ സിഗ്നൽസിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആരടുത്തേക്ക് പോകും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകും. അപ്പൊ സിസ്റ്റം അതുപോലെ തന്നെ എത്രയുണ്ട്, 2 ടൈപ്പ് ഉണ്ട് അല്ലടാ. കണ്ടിന്യൂസ് നമുക്ക് പറയാം, ഡിസ്ക്രീറ്റും പറയാം. അത് നമുക്ക് പല ടൈപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെമ്മറി, കാഷ്വൽ, കോഷൽ, സ്റ്റേബിൾ, ലീനിയർ, ടൈം ഇൻവേരിയന്റ്, ഇൻവേർട്ടിബിൾ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പിലും പറയാം. അപ്പൊ നമ്മൾ സിസ്റ്റത്തെ പഠിച്ചു, സിഗ്നലിനെ വിട്ട് പഠിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാല് അതില് നമുക്ക് 2 ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാല് എങ്ങനെ ഔട്ട്പുട്ട് കാണാന്നുള്ള ഓപ്പറേഷൻ വരുന്നതാണ് കൺവല്യൂഷൻ ഇന്റഗ്രലും കൺവല്യൂഷൻ സമ്മും. ഒന്ന് കണ്ടിന്യൂസിന്റെ ബേസിലാണ്, ഒന്ന് ഡിസ്ക്രീറ്റിന്റെ ബേസിലാണ്. ദെൻ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ അതിന്റെ എന്താണ് LTA സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ ടൈം ഇൻവേരിയന്റ് ആണ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, ഒക്കെ നമ്മൾ സിമ്പിൾ ആക്കി സെറ്റ് ആക്കും കേട്ടോ. അപ്പൊ സ്റ്റെബിലിറ്റി ആൻഡ് കോഷാലിറ്റി ഓഫ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം, ഒരു LTA സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേബിൾ ആണോ കോഷൽ ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങ് കഴിയുന്നതോടുകൂടി നമ്മുടെ സിഗ്നലിനെ പറ്റിയും സിസ്റ്റത്തിനെ പറ്റിയും അവരുടെ ക്യാരക്ടറും സ്റ്റേബിൾ ആണോ കോഷൽ ആണോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത മൊഡ്യൂൾ എന്താ, മൊഡ്യൂൾ 2 നമുക്ക് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. അപ്പൊ നമ്മൾ ആദ്യം സിഗ്നൽ പഠിച്ചു, സിസ്റ്റം പഠിച്ചു, അതിന്റെ കോമൺ കാര്യങ്ങൾ പഠിച്ചു. അത് നമ്മൾ ആദ്യം കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ മാത്രം നമ്മൾ എടുക്കുവാണ്. ഏതിന്റെ കേസില്, മൊഡ്യൂൾ 2ന്റെ കേസിൽ. അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് CTFT, കണ്ടിന്യൂസ് ടൈമിലുള്ള ഫോറിയർ സീരീസ് പഠിക്കും. അത് 2 ടൈപ്പ് ഉണ്ട്, ട്രിഗണോമെട്രിക് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷനും ഉണ്ട്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കും. അതായത് CTFS, ഇത് CTFT കേട്ടോ. ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കും. അതിൽ എന്ത് പഠിക്കാനുണ്ട്, കൺവേർജൻസ് പഠിക്കാനുണ്ട്, ഗിബ്സ് ഫിനോമിന, അതേപോലെ സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയണം. ദെൻ പ്രോപ്പർട്ടീസ് അറിയണം. ദെൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാൻ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ് ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ നോക്കുക, കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ കേസസിൽ ഫോറിയർ സീരീസ്, ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇത് 3 നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, മൊഡ്യൂൾ 2 പഠിക്കുന്നുണ്ട്. അതിൽ കൺസെപ്റ്റ് ഓഫ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഉണ്ട്. ഈ റീജിയൻ ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് റിലേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടു ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് വരാൻ, അതുപോലെ റീജിയൻ ഓഫ് കൺവേർജൻസ് യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ പറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ആരാണ് പഠിക്കേണ്ടി വരിക, ഡിസ്ക്രീറ്റിനെ പറ്റി പഠിക്കണം. അതാണ് നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോകുന്നത്. നോക്കടാ, സാമ്പിളിംഗ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ടു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആറ്റ് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. നിങ്ങൾ തൊട്ട് മുമ്പ് എന്ത് പഠിച്ചു, കണ്ടിന്യൂസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈനിന്റെ അനാലിസിസ് പഠിച്ചു. ഇവിടെ അതിന് പകരം എന്ത് പഠിക്കും, സാമ്പിളിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സാമ്പിളിംഗ് വെച്ചിട്ട് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്ന കണ്ടിന്യൂസിനെ നമ്മൾ എന്താക്കി മാറ്റി, ഡിസ്ക്രീറ്റ് ആക്കി മാറ്റി, ഡിസ്ക്രീറ്റ് ആക്കി ടൈം സിഗ്നൽ ആക്കി മാറ്റി. അതിനുശേഷം അതിന്റെ ഫ്രീക്വൻസി അനാലിസിസ് ആണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ നോക്കടാ, ആദ്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്താണ്, സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ എങ്ങനെയാണ് സാമ്പിളിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റിലേക്ക് മാറുന്നത്, നൈക്രിറ്റോസ്റ്റീരിയ, ഏലിയാസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് എന്താന്നൊക്കെ നമ്മൾ ആദ്യം പഠിക്കും. അതോടുകൂടി നമ്മുടെ കയ്യിൽ ആര് വന്നു, ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമ്മുടെ കയ്യിൽ കിട്ടി അല്ലെ. കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ പറ്റി പഠിക്കും, പുള്ളിക്കാരന്റെ ഫോറിയർ സീരീസ് DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് പീരിയോഡിക് സിഗ്നൽ. പിന്നെ ആരുണ്ട് അവിടെ, നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം പറഞ്ഞ പോലെ ഇവിടെ ആരുണ്ട്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്, ഇത് ഫോറിയർ ട്രാൻസ്ഫോം. അവിടെ എന്തുണ്ട്, കൺവേർജൻസ് കണ്ടീഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് സിഗ്നലിന്റെ അറിയണം, പ്രോപ്പർട്ടീസ് അറിയണം, ഇൻവേഴ്സ് ട്രാൻസ്ഫോം അറിയണം. കണ്ടിന്യൂസിന്റെ പഠിച്ച പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ ഉള്ളൂ, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കൺസെപ്റ്റ് അങ്ങ് കിട്ടിയ സിമ്പിൾ ആണ് കേട്ടോ. അടുത്ത എന്താ, സെറ്റ് ട്രാൻസ്ഫോം. ഒന്നും ആലോചിച്ച് നോക്ക്, കണ്ടിന്യൂസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്, സെറ്റ് ട്രാൻസ്ഫോം ആണ്. അപ്പൊ നമുക്ക് എവിടെ എത്തി, DTയുടെ കേസും കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ പറ്റി പഠിച്ചു, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ മൊഡ്യൂൾ 4ലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അനലൈസ് ചെയ്യാൻ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ നോക്കൂ, കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താന്ന് പറയും, അത് ഫ്രീക്വൻസി റെസ്പോൺസും മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആൻഡ് ഫേസ് റെസ്പോൺസ് പറയും. ദെൻ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം LTA സിസ്റ്റം യൂസിങ് ലാപ്ലേസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. അതേപോലെ തന്നെ കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും അനലൈസ് ചെയ്യണം, ഡിസ്ക്രീറ്റിന് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പൊ ഡിസ്ക്രീറ്റിൽ ആരാ, DTFT, പിന്നെ ആരാ അവിടെ ലാപ്ലേസ് ആണെങ്കിൽ ഇവിടെ ആരാ, സെറ്റ് ട്രാൻസ്ഫോം ആണ്. ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് കോഷാലിറ്റി യൂസിങ്
സെറ്റ് ട്രാൻസ്ഫോം, സ്റ്റെബിലിറ്റിയും കോഷാലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ നമുക്ക് കിട്ടിയില്ലേ. ആദ്യം നമ്മൾ എന്ത് പഠിക്കും, സിഗ്നലും സിസ്റ്റവും പഠിച്ചു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് സിഗ്നലിനെ പറ്റി പഠിച്ചു. അവിടെ ആയിരിക്കുക, ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ദെൻ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ ആ ഡിസ്ക്രീറ്റിനേക്ക് ഞാൻ മാറ്റി അല്ലെ, സാമ്പിളിംഗ് വെച്ച് മാറ്റി. അപ്പൊ ആ പ്രോസസ് അറിയണം. ദെൻ ഇതേപോലെ തന്നെ ഫൊറിയർ സീരീസ്, ഫൊറിയർ ട്രാൻസ്ഫോം, സെറ്റ് ട്രാൻസ്ഫോം. ദെൻ ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ അവരൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ സിസ്റ്റത്തിനെ നമ്മൾ അനലൈസ് ചെയ്യും. സെറ്റ് അല്ലേ? സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഓവറോൾ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താ, ഇതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതായത് എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ അറിയണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് പഠിക്കുന്നുണ്ട്, നമ്മൾ എന്ത് പഠിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ് പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താണ്, റിയൽ ടൈം സിഗ്നൽ പ്രോസസ്സിംഗ് ആയിട്ടുള്ള എവിടെയൊക്കെ, സെൻസേഴ്സ്, IoT ഡിവൈസസ്, ബയോമെഡിക്കൽ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റിലൊക്കെ നമുക്ക് എന്ത് വേണം, ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു സിഗ്നൽ, ഒരു സിസ്റ്റം എന്താന്ന് എന്ത് ചെയ്യണം, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനൊക്കെ എന്തൊക്കെ അറിയണം, ഇവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതും അനലൈസ് ചെയ്തതും നമുക്ക് അറിയണം. ക്ലാസിഫൈ ആൻഡ് അനലൈസ് CT and DT, then perform basic or signal operations, then analyze CT or DT system for ഏതൊക്കെയാ, അനാലിസിസ്, നമ്മുടെ കോഷൽ സിസ്റ്റത്തിന്റെ ലീനിയാരിറ്റി, കോഷൽ കാര്യങ്ങൾ അറിയണം. അതേപോലെ കൺവല്യൂഷൻ, ഇന്റഗ്രലും സമ്മും എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് അറിയണം. ഇവാലുവേറ്റ് LTI സിസ്റ്റം ബിഹേവിയർ ആൻഡ് റെസ്പോൺസ്. ഇതൊക്കെ നമ്മൾ തിയററ്റിക്കലാണ് നമ്മൾ പഠിക്കുക. പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ടൂൾസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരുന്നത് അല്ലെ. ദെൻ അടുത്ത് നോക്കണം, ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആയത് രണ്ടാമത്. കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ എന്താണ്, ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ്. അത് പഠിക്കുന്നവ നമ്മൾ ആ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോം എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാവും അല്ലെ. ദെൻ എന്താണ്, ഗിബ്സ് ഫിനോമിന എന്താ, കൺവേർജൻസ് എന്താന്ന് അറിയണം. അതേപോലെ ROC അനാലിസിസ് വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയണം. അതേപോലെ ഒരു ടൈം ഡൊമൈനെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റാൻ അറിയണം. അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ അറിയണം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, പവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. വയർലെസ് നെറ്റ്വർക്ക് അല്ലെ, 4G 5G ആണ്, ഇനിയിപ്പോ 6G ഒക്കെ വരാൻ പോകുന്നു പറയണു 2030 കഴിയുമ്പോഴേക്കും അല്ലെ. പിന്നെ റഡാർ, ഓഡിയോ വീഡിയോ കംപ്രഷൻ ആൻഡ് സ്പെക്ട്രം അനാലിസിസിലൊക്കെ നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്താണ് ഇത് മൂന്നാമത്തേൽ നമ്മൾ എവിടെ എത്തി, ഡിസ്ക്രീറ്റ് ടൈമിലേക്ക് എത്തി, സാമ്പിളിംഗിലെത്തി. അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഇത്. അതായത് നമ്മുടെ ഫോണില്, ഇമേജിങ്ങില്, അതുപോലെ DSP ചിപ്പില് ഉണ്ടോ, എസെൻഷ്യൽ ഫോർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, DSP ചിപ്പ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ ഇമേജിംഗ്, MRIയിലൊക്കെ. ഇത് എംബഡഡ് സിസ്റ്റം ആൻഡ് സിഗ്നൽ പ്രോസസ്സിംഗ്. ഇതിലൊക്കെ എന്ത് വേണം, നമുക്ക് ഈ കൺസെപ്റ്റ് കിട്ടണം. അപ്പൊ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട എന്താ, നമുക്ക് എന്തൊക്കെ സ്കില്ലാ കിട്ടേണ്ടത്, സാമ്പിളിംഗ് തിയറി എന്താന്ന് അറിയണം. ഒരു എലിയാസിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അതില്ലാതെ നമുക്ക് എങ്ങനെ ഈ സാമ്പിളിംഗ് ചെയ്യാന്ന് അറിയാൻ പറ്റണം. ആ ഒരു കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ദെൻ DTFS ഉം DTFT എന്താന്ന് അറിയണം. സെറ്റ് ട്രാൻസ്ഫോം അറിയണം. ROC ഡിറ്റർമൈൻ ചെയ്തിട്ട് അത് സ്റ്റേബിൾ ആണോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അനലോഗ് സിഗ്നലിന് നമുക്ക് എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ട് ഡിജിറ്റൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള ബേസിക് കൺസെപ്റ്റ് ഒക്കെ അറിയണം. ഓക്കെ. ദെൻ അടുത്താണ് ഇത് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഈ ട്രാൻസ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തിനാ അനലൈസ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത് എന്തിനാ, എനേബിൾസ് ഡിസൈൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്, ഓഡിയോ വീഡിയോ പ്രോസസ്സേഴ്സ്, കൺട്രോൾ സിസ്റ്റം, EV പവർ കൺവേർട്ടേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ സിസ്റ്റം. അതായത് നമ്മുടെ ഫിൽറ്റേഴ്സ്, നമ്മുടെ കൺട്രോളേഴ്സ്, അതേപോലെ ഏതാ പറയാ EVസിലൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ കൺസെപ്റ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം, നമുക്ക് എന്തറിയണം, അവിടുത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്, ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് അറിയണം. ദെൻ അവിടുത്തെ ലാപ്ലേസ് ആൻഡ് ഫൊറിയർ വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എങ്ങനെ അനലൈസ് ചെയ്യാം, അതേപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എങ്ങനെ അനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവിടുത്തെ സ്റ്റെബിലിറ്റിയും കോഷാലിറ്റിയും ചെക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് റിയൽ സിസ്റ്റം തന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൊഡ്യൂളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് സിഗ്നൽ ഉണ്ടോ, എവിടെയൊക്കെ സിസ്റ്റം ഉണ്ടോ, അവിടെയൊക്കെ നമുക്ക് ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുവാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ വൈഡ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാം. അതുവരെ this is me Vandana signing off from Franklin Lectures. Thank you.